മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. വയനാട് പനമരത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നീർവാരം സ്വദേശി സത്യജ്യോതിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. മൈസൂരിലേക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ സത്യജ്യോതിയെ കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വയനാട് പനമരത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റിരിക്കുന്നത്. നീർവാരം സ്വദേശിയായ സത്യജ്യോതിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മൈസൂരിലേക്ക് പരീക്ഷ എഴുതാനായി അതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വയനാട് പനമരത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നിർവാരം സ്വദേശിയായ സത്യജ്യോതിക്കാണ് പരിക്കേറ്റത്. മൈസൂരിലേക്ക് പരീക്ഷ എഴുതാനായി പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും സത്യജ്യോതിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. നിലവിൽ നട്ടലിനടക്കം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നട്ടലിന് ഗുരുതരമായ രീതിയിൽ തന്നെയാണ് യുവാവിന് പരിക്കേറ്റിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ തുടരുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്.